അത് പരാതിപ്പെടുക അല്ലെങ്കിൽ ആരെങ്കിലും അറിയിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? ഇല്ല, അത് ചെയ്തിട്ടില്ല. കാരണം എന്തായിരുന്നു? കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് MLA MP യുമായിട്ട് ബന്ധമുള്ള ആൾക്കാരല്ലേ. അങ്ങനെ പറഞ്ഞിരുന്നു? അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന ആൾക്കാരാണ്, എനിക്ക് പിന്നെ ഞാൻ കൗൺസിലറാണ്, എൻ്റെ റൂമിൽ കയറി വരുമ്പോഴും ആരും ചോദിക്കും. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റൂമിൽ കയറി വന്നില്ലേ, ആരും എന്തും ചോദിച്ചില്ലേ, പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞതാണ്, ഞാൻ കൗൺസിലറാണ്, അപ്പോൾ എന്നെ ആര് ചോദിക്കാനാ, പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നെ നാളെ ഈ സ്ട്രീറ്റിൽ ഉണ്ടാവില്ല, ഇതൊക്കെ പറഞ്ഞു. പിന്നെ എന്താ പറയുക, ഈ MLA MP ഇതിനൊക്കെ എൻ്റെ ബന്ധങ്ങളാണ്, അത് കാരണം ഒരു പേടിയുമില്ല, ഞാൻ ജോലിയൊക്കെ സെറ്റാക്കി തരാം അതെന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു മോശമായ പെരുമാറ്റം ഉണ്ടായത്. ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ പോയതിന് ശേഷം പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നേരിട്ട് പോയി പട്ടാമ്പിയിൽ ആ നാച്ചുറൽസിനെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് ജോലിയുടെ കാര്യം അവിടെ തന്നെ വെച്ചിട്ട് സെറ്റാക്കാം, പിന്നെ കാണാം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞ സമയത്ത് ഞാനും ശരി ജോലിക്കല്ലേ പോണത്. പിന്നെ ഒന്നാമത്തത് പേടിയായി, അയാൾ ആദ്യം ഇങ്ങനെ തന്നെ പെരുമാറിയില്ലേ, കാരണം ഉള്ള പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകണമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ജോലി ആയതുകൊണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാറിൽ കയറിയതാണ്. ആ കാറിൽ കയറിയപ്പോഴും അയാൾ ജോലിക്ക് ആ സ്ഥലത്തല്ല കൂട്ടിക്കൊണ്ടുപോയത്, ജില്ലാ ഹോസ്പിറ്റലിലെ പുറകിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ വച്ചിട്ട് പിന്നെയും മോശമായിട്ട് പെരുമാറി. ഇപ്പോൾ അവിടെ തന്നെ ഇരുന്ന് ഞാൻ കരഞ്ഞു, കാറിലിരുന്ന് തന്നെ ഞാൻ കരഞ്ഞു. എനിക്ക് ഒന്നാമത്തേത് ചോദിക്കാൻ വയ്ക്കാൻ ആരും ഇല്ല, അച്ഛനമ്മയും ഇല്ലാത്ത കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രീതി നിങ്ങൾ ചെയ്യണത് മോശമല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ട് കരഞ്ഞപ്പോൾ അതിനൊക്കെ പേടിക്കണ്ട, ഞാൻ എൻ്റെ സാഫിൽ പറമ്പൊക്കെ എൻ്റെ ആശാനാണ്, ഞാൻ എല്ലാം നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല അതെന്നൊക്കെ പറഞ്ഞു. പേര് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ചു? എല്ലാവരുടെയും ഇത് MLA MP എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പേടിയില്ല, കൗൺസിലറാന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു പേടിയാണ്. ഇതിൽ MLA MP മാരും ബന്ധങ്ങളാണെങ്കിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, അയാൾ പറയുന്നത് തന്നെ കേൾക്കേണ്ടി വരുമല്ലോ. പിന്നീട് ഒരു പ്രാവശ്യം റൂം എടുത്തു, അത് കഴിഞ്ഞിട്ട് സൂര്യ റെസിഡൻസിയിൽ വെച്ചിട്ട് റൂം എടുത്തിട്ട് വിളിച്ചു വരുത്തിയതാ. വന്നില്ലെങ്കിൽ ഞാൻ റൂമിൽ കയറി വരും, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോ എന്ന് പറഞ്ഞതാ. അപ്പോൾ അങ്ങോട്ട് പോയി. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ സൂര്യ റെസിഡൻസിൽ 306 റൂം എടുത്തിട്ടുണ്ട്, നീ ഒന്ന് വേഗം വരണേന്ന് പറഞ്ഞു. ഇല്ല പറ്റൂല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ വന്നാലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ റൂമിൽ കയറി വരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ വഴിയില്ല, പോയി തന്നെ ആവണം. പോയോ? വേറെ ഒരു ഇതില്ലല്ലോ. അയാളും ഇങ്ങനെ പറയുമ്പോൾ റൂമിൽ കയറി വരുമെന്ന് പറയുമ്പോൾ എന്തായാലും പോയാലേ പറ്റത്തുള്ളൂ, ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. അങ്ങനെ പോയിട്ട് സംസാരിച്ചു. ഇയാൾ വെള്ളം അടിച്ചിട്ട് ഫുള്ളും മുനിസിപ്പാലിറ്റി നടക്കണതും MLA MP മാരും പിന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളും അത് എന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രസ് വരണമെന്ന് ഒരു ന്യൂസ് വന്നിട്ട് എന്നെ പോകാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഗുളിക വാങ്ങിച്ചു തന്നു. പക്ഷേ ആ ഗുളിക കയ്യിലുണ്ട്, കഴിച്ചിട്ടില്ല ഞാൻ. പിന്നെ കുറച്ച് ദിവസമായപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഫോൺ എടുക്കലില്ല. അയാളുടെ നമ്പർ ഭാര്യ കണക്ട് ചെയ്ത് വെച്ചത് കാരണം അയാളുടെ ഫ്രണ്ടിൻ്റെ നമ്പറിലായിരുന്നു വിളിക്കണത്. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ നമ്പറിൽ ഞാൻ വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുക്കുന്നില്ല. പിന്നെ അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ, അപ്പോൾ ഇയാളുടെ നമ്പറിൽ തന്നെ വിളിക്കുക, വേറെ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ നമ്പറിൽ വിളിച്ചപ്പോൾ എൻ്റെ നമ്പറിലേക്ക് വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വേറെ അവിടെ മുനിസിപ്പലിലുള്ള വേറെ ഒരുത്തൻ്റെ ഫോണിലിരുന്ന് തന്നെ വിളിച്ചു. എൻ്റെ നമ്പറിലേക്ക് വിളിക്കണ്ട, ഞാനായിട്ട് നിന്നെ കോൺടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കോൺടാക്റ്റും ഇല്ല. ഇന്നവരെ ഒരു കോൺടാക്റ്റും ഇല്ല.